ഈ മാസം 19-ാം തീയതിയാണ് സീരിയൽ ഷൂട്ടിംഗിന്റെ ഭാഗമായി നടൻ ദിലീപ് ശങ്കർ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്തത്. കഴിഞ്ഞ 2 ദിവസമായി സീരിയൽ പ്രവർത്തകർ വിളിച്ചെങ്കിലും നടൻ ഫോൺ എടുത്തില്ല. ഒടുവിൽ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ നേരിട്ട് ഹോട്ടലിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ദൗർഭാഗ്യകരമായ വാർത്ത പുറത്തറിഞ്ഞത്. മുറിയിൽ താഴെ കിടക്കുന്ന നിലയിലാണ് നടന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസം പഴക്കമുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ലായിരുന്നു. നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ. പിന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങനെ ഫോൺ എടുക്കാറില്ല. അങ്ങനെ നമ്മൾ പിന്നെ ആവശ്യമുള്ള സമയത്ത് നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ അതിനകത്തുനിന്ന് സ്മെല്ല് ഫീൽ ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഉടൻ തന്നെ നമ്മൾ ലൊക്കേഷനിൽ എന്നെ അറിയിച്ചു. അപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞത് പോലീസിനെ എന്തായാലും ഒന്ന് അറിയിക്കും. 2 ദിവസമായി പുറത്ത് കാണാഞ്ഞതിനാൽ ദിലീപ് ശങ്കർ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലായിരുന്നെന്ന് ഹോട്ടൽ ജീവനക്കാരും കരുതി. കഴിക്കാൻ വരുമായിരുന്നു, ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിലൊന്നും കഴിക്കുമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വരും, പിന്നെ ഷൂട്ടിന് പോകും. ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരാറുള്ളൂ. അപ്പോൾ ഈ 2 ദിവസം കാണാഞ്ഞപ്പോഴത്തേക്കൊരു സംശയം ഇല്ല, അത് നമുക്ക് ഷൂട്ടിന് പോയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഷെഡ്യൂൾ കഴിഞ്ഞു കാണും എന്ന് നമ്മൾ വിചാരിക്കും. ദിലീപ് ശങ്കറിന് കരൾ സംബന്ധമായ രോഗമുണ്ടായിരുന്നെന്നും കൃത്യമായ സമയത്ത് മരുന്ന് കഴിക്കില്ലായിരുന്നെന്നും സംവിധായകൻ മനോജ് പറഞ്ഞു. ഏതോ ഒരു ഗുരുതരമായ അസുഖം ഉണ്ടായിരുന്നു, കരൾ സംബന്ധമായ അസുഖമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളോടത് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റിലാണ് അസുഖം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും പുള്ളി എന്താ പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ പറയുമായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് അനൌദ്യോഗികമായി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.